സരിത, നമ്മുടെ പിണറായി സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയതിന്റെ പുറകെ ന്യൂനപക്ഷ സംഗമവും സംഘടിപ്പിക്കാൻ പോവുകയാണ്. അത് സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് സാർ ഈ ന്യൂനപക്ഷ സംഗമം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇത് സത്യത്തിൽ ഒരു കേട്ടിട്ട് വളരെ വിചിത്രമായി തോന്നുന്നു. ഒരു വശത്ത് അയ്യപ്പ സംഗമം, മറുവശത്ത് ന്യൂനപക്ഷ സംഗമം. എന്താണ് ഇവരുടെ ലക്ഷ്യം? വണ്ടി അപ്പം പമ്പയിൽ നിന്ന് കൊച്ചിയിലേക്കാണ്. പമ്പയിൽ നിന്ന് തിരിച്ച് കൊച്ചി ബോർഡ് വെച്ച് അങ്ങോട്ട് കൊച്ചിയിലാണ് നടത്താൻ പോകുന്നത്. പമ്പയിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പമ്പയിലെ ജലം മലിനമാക്കരുത്, പവിത്രത നശിപ്പിക്കരുത്, പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കരുത്, ആചാരാനുഷ്ഠാനങ്ങളിൽ ഭംഗം വരുത്തരുത്, ഇടപെടരുത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ആ വണ്ടിയുമായിട്ടാണ് നേരെ കൊച്ചിക്ക് പോകുന്നത്. കൊച്ചി എന്ന് പറഞ്ഞാൽ മാലിന്യത്തിന്റെ ഒരു കേന്ദ്രമാണ്. ഇവിടെ വരുന്നത് ഹൈടെക് സ്വാമിമാരാണ് പമ്പയിൽ വരുന്നത്. അവർ പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് വരുന്നത്. അതിലെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, പാൻറ്റും കോട്ടും ഇട്ടോർക്കും ഭക്തിയാണ്. ഡ്രസ്സിലല്ല നമ്മൾ ഭക്തിയുടെ അല്ലേ അളവെടുക്കുന്നത്. പക്ഷേ അവർക്ക് അവിടെ ഹൈടെക് രീതിയിൽ അവർക്ക് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ശബരിമലയിൽ വരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഷീറ്റ് കാണും, ഒരു വിരി. അതിന് വിരി വെക്കുക എന്നാണ് പറയുന്നത്. അവിടെ തലയണയും വെച്ച് കിടന്നുറങ്ങണം എന്നാണ്. അവിടെ തന്നെ ഒരു സ്ഥലം കിട്ടിയാൽ മതി എന്നാണ് ഭക്തരുടെ പ്രാർത്ഥന. ആ ഒരു കാറ്റ്, ആ ഒരു ഊർജം, അല്ലാതെ ശ്രീകോവിലിന് മുമ്പിൽ പോയി നിൽക്കുന്നതല്ല. ആ പരിസരത്ത്, ആ പൂങ്കാവനത്തിൽ എവിടെയെങ്കിലും ഒന്ന് ഒരു ഇടം കിട്ടിയാൽ മതി എന്നാണ് കരുതുന്നത്. അതാണല്ലോ ഈ ഓരോ തവണയും കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ഒരു വർഷത്തേക്ക് സംഭരിച്ചുകൊണ്ടാണ് ഒരുപാട് ഭക്തർ മല ഇറങ്ങുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഹൈടെക് സ്വാമിമാർ വരും. ഇവരിവിടെ ചെയ്യുന്ന എന്താ? അപ്പം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമല്ലേ, ന്യൂനപക്ഷ സംഗമം നടത്തുന്നു, ഇവിടെ ഹിന്ദുക്കളെ മുഴുവൻ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നു. അപ്പോൾ മനസ്സിലായില്ലേ ഇത് പക്ക പ്രീണനമാണ് എന്നുള്ളത്. കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് സംശയിച്ച കുറ്റം പറയാൻ പറ്റില്ല. ന്യൂനപക്ഷം എന്ന് സംഗമം എന്ന് പറയുന്നതിന് പേര് കൊടുത്തിട്ടുണ്ട്, വിഷൻ 2031. അതായത് 2031 കേരളം. അതുവരെ ഈ നടത്തുന്നവരുണ്ടാകുമോ? ഈ പാർട്ടി ഉണ്ടോ? വ്യക്തികളുണ്ടാകും, പാർട്ടി ഉണ്ടോ? അവരുണ്ടാകുമോ? അതൊരു വലിയ ചോദ്യമാണ്. അയ്യപ്പൻ തന്നെ വിചാരിക്കട്ടെ. അവർ ഇപ്പൊ 2026 തന്നെ ഏതാണ്ട് തകർച്ചയിലേക്ക് പോകും. 31 കുഴിവെട്ടി മൂടിക്കഴിയും. അത് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്ന ഫീനിക്സ് പക്ഷി അതുപോലെ ഉയർന്നു വരുത്തില്ല. നീ അത് വിചാരിച്ചോണ്ടാ മതി. അപ്പൊ എന്നിട്ട് ഇത് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തുന്നത് മുന്നിൽ നിർത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ്. ദേവസ്വം ബോർഡിന്റെ കീഴിലാണല്ലോ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം അതിന്റെ ഒരു പേരും പറഞ്ഞാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു ന്യൂനപക്ഷ വകുപ്പുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അതിനൊരു മന്ത്രിയുണ്ട്, അതിനൊരു ബോർഡുണ്ട്, ബോർഡിനൊരു ചെയർമാനുണ്ട്, അവിടെ കുറെ ജീവനക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവിടൊക്കെ എന്താ തീറ്റയും കൂടിയെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ആ വകുപ്പാണ് ഈ മാക്സി MLAക്കാണ്, എറണാകുളം MLA, CPM-ന്റെ ആളല്ലേ, മനസ്സിലായി. മാക്സി MLAക്കാണ് അതിന്റെ ചാർജ് കൊടുത്തിരിക്കുന്നത്. അവിടെ കൊണ്ടുവരുന്നത് ഈ അയ്യപ്പ സംഗമത്തിന്റെ ചാർജ് VN വാസവന് കൊടുത്തതുപോലെ VN വാസവൻ ദേവസ്വം വകുപ്പാണ്. പിന്നെ ന്യൂനപക്ഷ മാക്സി. ഇനി അവിടെ മുസ്ലിം സമുദായം, പിന്നെ ക്രൈസ്തവ, ഈ ക്രൈസ്തവരൊക്കെ തന്നെ ഒരു കാലത്ത് ഈ CPM-ന്റെ കൂടെ അങ്ങനൊന്നും അധികം നിന്നിട്ടില്ല. അവരൊക്കെ ഒരു കാലത്ത് കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തിയവർ. സഭകളെല്ലാം കോൺഗ്രസിനോടൊപ്പമായിരുന്നു. വളരെ നാമമാത്രമായിട്ട് CPM-നോട് കൂറ് കാണിച്ചു. പിന്നെ അവർ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേരള കോൺഗ്രസിനോടാണ് അവർക്ക് എല്ലാ കാലത്തും പ്രതിപത്തി. പിന്നെ വിട്ടുപോയി അവരെ. 2019 നരേന്ദ്രമോദി രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോഴേക്കും ക്രൈസ്തവരൊക്കെ തന്നെ BJP-യോട് അടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. മുസ്ലിം സമുദായം നമുക്കറിയാം മൊത്തത്തിലെ അങ്ങോട്ടങ്ങ് പോയി. പിണറായി വിജയനെ പുറത്താക്കി അവരങ്ങ് മാറി, ഒന്നായി. പക്ഷെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. CPM, പിണറായി വിജയൻ പ്രത്യേക ദൂതന്മാരെയൊക്കെ വിട്ടുകൊണ്ട് രഹസ്യ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമല്ല. സമസ്തയുമായിട്ട് വളരെ
ആഴത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതായിട്ട് നടക്കുന്നുണ്ട്. പറഞ്ഞു. ഇപ്പൊ എല്ലാരും മുസ്ലിം ലീഗിന്റെ കുടക്കീഴിലല്ലേ നിൽക്കുന്നത്. അതെ. SDPIയും SDPI, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി, SIO, ജമാഅത്തെ ഇസ്ലാമി, സകല ടീമുകളും ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയിൽ ഇപ്പുറത്ത് വരുമോ നമുക്ക് അറിയത്തില്ല. എന്തായാലും പിന്നാമ്പുറ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ന്യൂനപക്ഷത്തിൽ ഇവരെ കൂടാതെ ബുദ്ധമതത്തിൽപ്പെട്ടവരും ജൈനമതത്തിൽപ്പെട്ടവരെയും കൊണ്ടുവരുന്നുണ്ട്. ഈ കേരളത്തില് ഞാൻ അറിയുന്ന ഒരു ബുദ്ധമത അനുയായി നമ്മുടെ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ്. മതം മാറി ബുദ്ധമതം സ്വീകരിച്ചതാണ്. ശരിയാണ്. അന്ന് മാധവിക്കുട്ടി ഇതിൽ പോകുമ്പോ. പിന്നെ ജൈനമതത്തിലുള്ളത് നമ്മുടെ MP വീരേന്ദ്രകുമാറിന്റെ കുടുംബമാണ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ശ്രേയാംസ് കുമാറും കുടുംബാംഗങ്ങളും ജൈനമതമാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ന്യൂനപക്ഷം അവരാണ് കേട്ടോ, ബുദ്ധമതവും ജൈനമതവും വളരെ കുറച്ച്. ഇന്ത്യയിൽ ആകെ 1 ലക്ഷം പേരെങ്ങണ്ടേ ഉള്ളൂ. ന്യൂനപക്ഷം എന്നുള്ള വാക്കിനർത്ഥം തന്നെ എന്താണ് അല്ലേ? പക്ഷെ ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്ന മുസ്ലിം സമുദായത്തിനും ഒക്കെയാണ്. മിക്കവാറും ഇത് അറിഞ്ഞാൽ വെള്ളാപ്പള്ളി ഇതറിഞ്ഞാൽ ചിലപ്പോൾ മലപ്പുറത്തിനും മുസ്ലിങ്ങൾക്കും എതിരെ കൊടുക്കും. അപ്പൊ അവരെയും കൂടെ ചേർത്തുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഈ ബുദ്ധമതത്തെയും ജൈനമതത്തെയും CPM-ലെ സിഖുകാരുണ്ട്. കേരളത്തിലെ സിഖുകാർ കുറച്ച് പേരുണ്ട്. കുറച്ച്. പിന്നെ മല്ലൂർ സിംഗ്. അതെ. പിന്നെ ഈ ഗുജറാത്തികൾ താമസിക്കുന്നുണ്ട്. ഗുജറാത്തികളില് സാറേ ഹിന്ദുക്കളുണ്ട്. പിന്നെ ഗുജറാത്തിലാണ് ഈ ജൈനര് കുറച്ച് അവശേഷിക്കുന്നത്. ജൈനരുണ്ട്. അത് എറണാകുളം ഭാഗത്തുണ്ട്. തിരുവനന്തപുരത്ത് 1-2 കുടുംബങ്ങളൊക്കെ കാണണം. വിരലുണ്ടാവും. അപ്പൊ ഇവരെ എല്ലാം കൂടി സംഗമിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്തിനാ? എന്താ അവിടെ നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അല്ല, എനിക്ക് വിഷൻ 2031 പറയുന്നു. എന്തായിരിക്കും? അല്ല, എനിക്ക് എന്റെ ചോദ്യം എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഈ അയ്യപ്പ സംഗമം നടത്തുന്നു, എന്താണ് അതിന്റെ ഉദ്ദേശം? വ്യക്തമല്ല. ഹൈക്കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് നടത്തുന്നത്? അത് ശബരിമല മാസ്റ്റർ പ്ലാൻ. ഇപ്പൊ അവസാനം പറയുന്നതാണ്, മാസ്റ്റർ പ്ലാനിൽ പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ വിമാനത്താവളം, പിന്നെ അങ്ങ് റോപ്പ് വേ, പിന്നെ 18-ാം പടിയുടെ തൊട്ട് താഴെ വരെ 4 വരി പാത, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഭാവിയിൽ പറയാം. പ്രശാന്ത്, ഈ മാസ്റ്റർ പ്ലാൻ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്ര? അത് എത്ര വർഷമായി? അതിന് പണം കണ്ടെത്താൻ കഴിയാത്ത ഈ മാസ്റ്റർ പ്ലാനിനകത്ത് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിലയ്ക്കൽ ബേസ് താവളമാക്കുക, അവിടെ നിന്ന് ഭക്തരെ വിട്ടുകൊണ്ടിരിക്കുക, ശബരിമലയിൽ തങ്ങാൻ അനുവദിക്കരുത്. എന്നിട്ട് ഇവരിപ്പോൾ പറയുന്നതെന്നറിയാമോ? ഇവിടെ ഈ അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതില് വലിയ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവർക്ക് താമസ സൗകര്യമൊക്കെ സന്നിധാനം. അതിന്റെ ചെലവ് തന്നെ 3 കോടി രൂപ വരുമെന്നാണ് ഇപ്പൊ അനൗദ്യോഗികമായ കണക്ക്. 3000 പേരല്ലേ വരുന്നത്? പിന്നെ അവിടെ ഒരാളിന് ഏറ്റവും കുറഞ്ഞത് ഒരു 1000 രൂപ വെച്ചെങ്കിലും ചെലവാവില്ലേ? തീർച്ചയായിട്ടും. അല്ലെ, സാധാരണ ഭക്തരാരും അവിടെ വരുത്തില്ല കേട്ടോ. എനിക്കൊന്ന് എല്ലാം VIP-കളാ. കന്നിമാസ പൂജയ്ക്ക് അവിടെ തിരക്ക് കുറവായി, ഒരുവിധപ്പെട്ട ഒരു അടുക്കത്തില്ല. കന്നിമാസ പൂജയ്ക്കൊക്കെ ഇവിടെ പിന്നെ കന്നിമാസവും തുലാമാസത്തിലും ഒക്കെ തിരക്ക് കുറവാ സാറേ. കാരണം ഇപ്പൊ തീർത്ഥാടനമായല്ലോ, വൃശ്ചികമാകുമ്പോഴത്തേക്ക് തീർത്ഥാടനമായല്ലോ. അപ്പൊ പിന്നെ ചിങ്ങമാസം വരെ ഈ മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ തിരക്കുണ്ടാവും. വിഷുവിനൊക്കെ നമുക്കറിയാം, വിഷുവിന് തിരക്കുണ്ടാവും. ഓണത്തിനുമുണ്ട്. ഓണത്തിന് തിരക്ക്. പിന്നെ എൻ്റെ ഒരു സംശയം ഇപ്പൊ മാറി കിട്ടി കേട്ടോ. കാരണം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പിണറായി വിജയൻ അവിടെ വരുന്നു പമ്പയിലെ സംഗമത്തിന്. പിണറായി വിജയൻ വന്ന് കയറുമ്പോൾ സദസ്സിൽ നിന്ന് ശരണം വിളി ഉയരും എന്നൊക്കെയാണ്. അതുണ്ടാകത്തില്ല. കാരണം അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നവരെല്ലാം തന്നെ അവർക്ക് ശരണമന്ത്രങ്ങളൊന്നും അറിയത്തില്ല. അല്ല, പിണറായി ശരണം അത് പറയുമായിരിക്കും. അല്ലാതെ സ്വാമിയെ ശരണമയ്യപ്പ, കാനനവാസ ശരണമയ്യപ്പ, പൊന്നമ്പല വാസനെ എന്ന് വിളിക്കത്തില്ല. യഥാർത്ഥ ഭക്തരുണ്ടെങ്കിൽ വിളിക്കുമായിരുന്നു. അപ്പൊ ഈ ഹൈടെക് ഇതായതുകൊണ്ട് അവർക്ക് ശരണകീർത്തനം അറിയത്തില്ല. അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിണറായി അസ്വസ്ഥനാകുമായിരുന്നു. അപ്പൊ എന്തായാലും വണ്ടി ഇനിയും പമ്പയിൽ നിന്ന് കൊച്ചിക്ക് പോകട്ടെ. കൊച്ചി പോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞതുപോലെ എല്ലാം മംഗളമായി, സാക്ഷാൽ അയ്യപ്പൻ തന്നെ അനുഗ്രഹിക്കട്ടെ, എല്ലാം മംഗളമായി കലാശിക്കട്ടെ.